കേരളത്തിൽ മനുഷ്യർക്കിടയിൽ അല്പം അസൂയയും കുശുമ്പും പാരപണിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുമൊക്കെ ഒരു സഹവർത്തിത്വത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു പോയതാണ്. ഇതിനിടയിൽ വിദ്വേഷവുമായി എത്തിയ സംഘപരിവാർ സംഘടനകളും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി മറുവശത്തുണ്ടായ ചിലരുമൊക്കെ പലതിനെയും വ്യാഖ്യാനിച്ചും അല്ലെങ്കിൽ അത്തരം സംഗതികളുമൊക്കെ ചെയ്ത് ഈ സമൂഹത്തിലെ മനുഷ്യനെ വ്യത്യസ്ത ധ്രുവങ്ങളിലാക്കി എന്നതാണൊരു സത്യം. ഇപ്പോൾ മനുഷ്യർ പലപ്പോഴും ചാരിറ്റി ആക്ടിവിറ്റീസിനെ പോലും ജാതിമത വിദ്വേഷങ്ങൾക്ക് അടിസ്ഥാനത്തിൽ കാണുന്നു എന്ന തീർത്തും ചെറുതല്ലാത്ത ഒരു സംഗതി പോലും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഇതിൻ്റെ നടുവിലൊക്കെ പ്രവർത്തിച്ചു പോരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമുള്ളതാണ്. ഇവിടെയാണ് ഈ വിദ്വേഷം മനുഷ്യത്വത്തെ മതത്തിൻ്റെ പേരിൽ വല്ലാതാക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടത്. ഇത്തരം സംഗതികൾ പറയുന്നവന് അവൻ്റെ ലക്ഷ്യമെന്താണ്, അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് പറയുന്ന ഒരു ചിന്തയും പലപ്പോഴും നമ്മളാകുന്ന കഴുതകൾക്കില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകത നാം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് സൂര്യഗായത്രി എന്ന് പറയുന്ന ഒരാളിൻ്റെ പേജിൽ നിന്ന് വന്ന ഒരു കുറിപ്പ്. PC ജോർജ് പറഞ്ഞ കൊടും തീവ്രവാദികളുടെ നാട്ടിൽ ഈരാറ്റുപേട്ടയിൽ ഇന്നലെ പോയിരുന്നു. അമ്മയുടെ സഹപാഠിയും കുടുംബ സുഹൃത്തുമായ ബേബിച്ചായൻ്റെ മരണവാർത്തയറിഞ്ഞ് കുടുംബസമേതം പോയതാണ്. PC പറഞ്ഞത് തീർത്തും സത്യമാണ്. വാഗമണ്ണ് റോഡിൽ നിന്നും മരണവീടിരിക്കുന്ന പോക്കറ്റ് റോഡിലേക്ക് വഴിതിരിച്ചുവിടാൻ തൊപ്പിയിട്ട് 2 തീവ്രവാദികൾ നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഭയമായി. ബോബിച്ചായൻ എന്ന പുന്നൂസ് കൊട്ടുകാപ്പള്ളി രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ മതപ്രവർത്തകനോ ഒന്നുമല്ല, വെറും സാധാരണക്കാരനായ മനുഷ്യൻ. പോക്കറ്റ് റോഡ് തിരിഞ്ഞപ്പോൾ തന്നെ ഈരാറ്റുപേട്ടയുടെ അതിസമ്പന്നത വിളിച്ചറിയിച്ചിട്ട് വില കൂടിയ വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. ഒരുവിധം വാഹനമൊതുക്കി 500 മീറ്റർ നടന്ന് പരേതൻ്റെ വസതിയിലെത്തിയപ്പോൾ വീണ്ടും ഭയം കൂടി. പർദ്ദയണിഞ്ഞ 100 കണക്കിന് തീവ്രവാദിനികൾ തലങ്ങും വിലങ്ങും നടക്കുന്നു. കൂടതിലേറെ മുസ്ലിം പുരോഹിതന്മാരും. ഞങ്ങളവിടെ 4 മണി മുതൽ 9 മണി വരെയാണ് ഉണ്ടായിരുന്നത്. ആയിരക്കണക്കായ ആളുകൾ വന്നുപോയും ഇരുന്നു. വന്നവരിൽ 90% മുസ്ലിം അടയാള വസ്ത്രങ്ങൾ അണിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും. ഇത്തരം തീവ്രവാദികൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. ഇത്തരം തീവ്രവാദികൾ ഏത് പ്രദേശത്തുണ്ടോ ആ ഉള്ള പ്രദേശങ്ങളിൽ എല്ലാ സമുദായത്തിലെയും എന്ന പോലെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ളവരുണ്ടാകാമെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ കലവറയില്ലാതെ പിന്തുണ തരാൻ, അതിനുവേണ്ടി സഹായിക്കാൻ, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ, അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇത്തരം തീവ്രവാദികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവർക്കിടയിൽ സ്നേഹബന്ധം ചേർത്ത് വെച്ച സാധാരണ മനുഷ്യരോടൊപ്പം അത്തരം ഗ്രാമങ്ങളിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമാണ്. ഒരു ജാതിയിൽപ്പെട്ടവൻ മാത്രം ജീവിക്കുന്ന ഒരു കോളനിയേക്കാൾ ഏറ്റവും മനോഹരമാണ് ബഹുസ്വരതയിൽ ജീവിക്കുന്ന ഇടം. വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ജീവിച്ചാൽ ആ പ്രദേശത്തിനൊരു ഐശ്വര്യം തന്നെ ഉണ്ടാവും. എവിടെയുണ്ട് ഒരുത്തൻ മാത്രം താമസിക്കുന്ന സ്ഥലം എഴുമ്പേറ്റം പിടിച്ച വല്ലവരും ഉണ്ടോ? ഏതെങ്കിലും ഇടമുണ്ടോ? ഇപ്പോഴും കേരളത്തിൽ അപ്പുറത്തെ വീട്ടിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള തീവ്രവാദികളും തീവ്രവാദിനികളും സഹായങ്ങളും പിന്തുണയും ഒക്കെ നൽകി അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഇടങ്ങൾ കാണാം. അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നവർ കാണാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ പങ്കുവെക്കുന്നവർ കാണാം. അത്തരമൊരു മനോഹരമായ ആ സാമൂഹ്യ സാഹചര്യത്തെയാണ് ഈ PC പോലെയുള്ള ക്ഷുദ്രജീവികൾ ഇതിൻ്റെ സുഖമറിഞ്ഞും മനസ്സറിഞ്ഞും വോട്ട് വാങ്ങിയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചും ഈ ചുവന്നുകൊണ്ട് നടന്ന ജനതയെ, തീറ്റ കൊടുത്ത ജനതയെ ഇതുപോലെ വിദ്വേഷിക്കുന്നവനെ അക്ഷരത്തെറ്റില്ലാതെ വൃത്തികെട്ടവൻ എന്ന് വിളിക്കാൻ, ഇതുപോലെ പേജുകളിൽ ധൈര്യപൂർവ്വം എഴുതാൻ മനുഷ്യർ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നിശബ്ദത പോലും ഒരു കാപഢ്യവും ക്രൂരതയും ചില സന്ദർഭങ്ങളിൽ വെറുപ്പിനെയും വിദ്വേഷത്തെയും പിന്തുണയ്ക്കലുമാണ്.